മറന്നുപോയവരെയും മാറിപ്പോയവരെയും മടുത്തുപോയവരെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക. നമ്മളെ മനസ്സിലാക്കിയവരെ ചേർത്തു പിടിക്കുക. ജീവന് തുല്യം സ്നേഹിച്ചവരുടെ മുൻപിൽ ആരുമല്ലാതെ നിൽക്കേണ്ടി വരുമ്പോഴാണ് ഒരാൾ ആദ്യമായി മരിക്കുന്നത്. ചിലത് പഠിക്കാനും ചിലത് ഉൾക്കൊള്ളാനും ചിലത് തിരിച്ചറിയാനും ചില നഷ്ടപ്പെടലുകൾ വളരെ നല്ലതാണ്. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്, എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ്. എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കും. ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ ജീവിതയാത്രയിലെ തടസ്സങ്ങൾക്ക് ഒരിക്കലും നമ്മളെ തളർത്താൻ കഴിയില്ല. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ്. നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെയും ലഭിക്കും. നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. കൃത്യമായ പരിശീലനത്തിലൂടെ നമുക്ക് യഥാർത്ഥ ജ്ഞാനം കരസ്ഥമാക്കാം. സത്യസന്ധമായ വാക്കുകൾ ഒരിക്കലും മനോഹരമായിരിക്കില്ല. മനോഹരമായ വാക്കുകൾ സത്യവുമല്ല. ലാളിത്യം, ക്ഷമ, അനുകമ്പ ഇവ മൂന്നും വലിയ നിധികളാണ്. നിങ്ങൾക്കുള്ളതിൽ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുക. ഒന്നുമില്ലാത്തവരായി ധാരാളം പേരുണ്ടെന്നറിയുക. സന്തോഷത്തിലേക്ക് പാതകളില്ല, സന്തോഷം തന്നെയാണ് ശരിയായ പാത. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണ്. അവരവരുടെ സമയമാകുമ്പോൾ അവരവർ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. എല്ലാം ക്ഷമിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക.